തിരുവചനം പകരാനായി തിരുനാഥൻ വരവായി. ആനന്ദത്താൽ ഇന്ന് പാടിടുവിൻ, ആമോദത്താൽ ഇന്നു വാഴ്ത്തിടുവിൻ. ആനന്ദത്താൽ ഇന്ന് പാടിടുവിൻ, ആമോദത്താൽ ഇന്ന് വാഴ്ത്തിടുവിൻ. തിരുവചനം പകരാനായി തിരുനാഥൻ വരവായി. തിരുവചനം ഉലവേകും ഹല്ലേലൂയ. തിരുവചനം പ്രവചരിയും നിന്റെ മനസ്സുകളിൽ. തിരുവചനം ഉലവേകും ഹല്ലേലൂയ. തിരുവചനം പ്രവചരിയും നിന്റെ മനസ്സുകളിൽ. സമാധാനം നിങ്ങളോടുകൂടെ. കൂടെ വിശുദ്ധ മത്തായിയുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 32 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവരെന്നോട് കൂടെയാണ്. അവർ ഭക്ഷിക്കുവാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറേ ചെറിയ മത്സ്യവും ഉണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കുവാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാരുണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മഗ്ദാൻ പ്രദേശത്തേക്ക് പോയി. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്കും എനിക്കും ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ആരാധനാക്രമം